എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്, എത്ര വലിയ 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 സ്ഥാപനങ്ങളാണ് വളർന്നു വരുന്നത്. ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കാതെ, ഒരു യത്തീം കുട്ടിനെ പോലും വളർത്താതെ, ഒരു ദീനിയ കാര്യവും പറയാതെ ഇവിടെ ഇങ്ങനെ പണ്ഡിതന്മാരോട് ഉപദേശിക്കാൻ നടക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. പണ്ഡിതന്മാരോട് ഉപദേശിക്കാൻ നടക്കുന്ന വേറെ കുറച്ച് ആളുകൾ. എന്നാൽ ഇവിടുത്തെ മുഴുവൻ കക്ഷികളോട് ഞങ്ങൾ തുറന്നു പറയുന്നു, ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവനായാലും പണ്ഡിതന്മാരെ ഉപദേശിക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ല. ഒരിക്കലും നിങ്ങൾക്കതിന് അനുവാദം വരികയും ഇല്ല. നിങ്ങൾ നിങ്ങളെ വഴിക്ക് പ്രവർത്തിക്കണം, ഞങ്ങൾ ഞങ്ങളെ വഴിക്ക് പ്രവർത്തിക്കുന്നു. എന്നിട്ട് പരസ്പരം ബന്ധവും പരസ്പരം സ്നേഹവും അതെല്ലാം നിലനിർത്തി ജീവിക്കുക. അല്ലാതെ പണ്ഡിതന്മാര് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അതിൽ കൈകടത്താൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ വന്നാൽ അവൻ ശരിക്ക് കണ്ട് അറിയേണ്ടി വരുമെന്ന് വളരെ ഗൗരവത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ? ആരെയായാലും ഏത് രാഷ്ട്രീയക്കാരനായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീനാണ് വലുത്, ഇസ്ലാമാണ് വലുത്. ഇസ്ലാമിനെ പറയാനാണ് പണ്ഡിതന്മാർ. അത് പറയുക തന്നെ ചെയ്യും. അത് ഡോക്ടർക്ക് പറയാൻ അധികാരമില്ല, എഞ്ചിനീയർക്ക് പറയാൻ അധികാരമില്ല, മറ്റൊരു ഉദ്യോഗസ്ഥന് പറയാൻ അധികാരമില്ല, ഒരു രാഷ്ട്രീയക്കാരനും അധികാരമില്ല. അല്ലാഹുവിന്റെ ദീൻ അത് ആലിമീങ്ങൾ പറയണം. അത് പറയുന്നതനുസരിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനും അല്ലാത്തവനും ജീവിക്കണം. അല്ലാതെ ഇങ്ങോട്ട് തോക്കിലേക്ക് വെടിവെക്കുന്ന ഈ സ്വഭാവം എല്ലാവരും ഒഴിവാക്കണം. അതിവിടെ അനുവദിക്കില്ല. നല്ല ഓർമ്മ വെക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ